ഹലോ, ഇന്ന് കാശ്മീരിലെ ഡേ 4 ആണ്. പെഹൽഗാമിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടുന്ന് മാൻഡേറ്ററി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ദാൽ ലേക്കിലെ സൺറൈസ് ആണ്. അതിനുവേണ്ടി രാവിലെ 6 മണിക്ക് തന്നെ എത്തി. സൺറൈസ് കാണാൻ പറ്റിയില്ലെങ്കിലും മോർണിംഗ് വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു കാവയൊക്കെ കുടിച്ചിട്ട് അടുത്തത് വിട്ടത് ദിൽഷാദ് ഹോട്ടലിലേക്കാണ്. അങ്ങനെ നമുക്ക് കിട്ടിയേക്കാണ് കശ്മീരി സ്പെഷ്യൽ മട്ടൺ ഹലീസ. മട്ടൺ സ്ലോ കുക്ക് ചെയ്ത് പേസ്റ്റ് ആക്കി എടുത്തേക്കുവാണ്. ഇത് നമുക്ക് ബ്രെഡുമായിട്ട് ഇങ്ങനെ കഴിക്കാം. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ 7 മണിക്ക് പോയി ഹലീസയൊക്കെ കഴിച്ചിട്ട് റെഡിയായി 9 മണിക്ക് പഹൽഗാമിലേക്ക് വിട്ടു. കശ്മീർ ട്രിപ്പിലെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. നാളെ മോർണിംഗ് തന്നെ എയർപോർട്ടിലേക്ക് പോകേണ്ടി വരും. ഇനി നാളെ തിരിച്ചു പോയി വർക്കിനൊക്കെ കയറുന്നത് ഓർക്കുമ്പോൾ ഇപ്പോഴേ ഡാർക്ക് അടിക്കുന്നുണ്ട്. ബൈ ദ വേ, ഈ മഞ്ഞ കളറിൽ കിടക്കുന്നത് കടുക് പാടങ്ങളാണ്. കടുകിന്റെ പൂക്കളാണ് യെല്ലോ ആയിട്ട് കാണുന്നത്. കാശ്മീരിലെ ആപ്പിളിന് നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഇപ്പോൾ സീസൺ ആയിട്ടില്ല, എല്ലാം പൂക്കളായിട്ടേ ഉള്ളൂ. ഇതൊരു ആപ്പിൾ തോട്ടാണ്. ഇവിടെ നിന്ന് നമുക്ക് ആപ്പിൾ ജ്യൂസ്, അച്ചാറ്, ചട്നി, ജാം ഇതൊക്കെ വാങ്ങാം. ഇവിടെ നിന്ന് ഞാനൊരു ചിൽഡ് ആപ്പിൾ ജ്യൂസ് അടിച്ച് അടുത്ത സ്പോട്ടിലേക്ക് വിട്ടു. പഹൽഗാം ഓൾമോസ്റ്റ് എത്തിയപ്പോഴേക്കും വ്യൂസ് ഒക്കെ ചേഞ്ച് ആകുന്നത് കാണാം. പണ്ട് കണ്ടിട്ടുള്ള ഏതൊക്കെയോ സിനിമകൾ ഓർമ്മ വരുന്നുണ്ട്. ഫുള്ളും മരങ്ങളും മലകളും കല്ലുകളും വെള്ളത്തിന്റെ കളറും എല്ലാം ഒരു ഹെവൻലി ഫീലിംഗ് ആണ് തരുന്നത്. ഒരു മഴയുണ്ട്. സ്നോ ഒന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പുണ്ട്. മഴ കൂടിയായാൽ തണുപ്പ് ടോളറേറ്റ് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. നമ്മൾ പെഹൽഗാമിലെ മെയിൻ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ട് ജീപ്പ് എടുക്കേണ്ടി വരും. അങ്ങനെ അവിടുന്ന് ജീപ്പ് എടുത്ത് ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയേക്കാണ്. ഫുള്ള് മരങ്ങളും പാറക്കെട്ടുകളും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. വന്നെത്തുന്നത് ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ്. നല്ലൊരു സീനിക് വ്യൂ ആണ് ഇവിടെ. അങ്ങനെ അവിടെ കുറച്ചു നേരം നിന്ന് വെള്ളത്തിന്റെ സൗണ്ട് ഒക്കെ കേട്ട് നിൽക്കുമ്പോഴാണ് എന്റെ ഫോക്കസ് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോയത്. നല്ല കളർഫുൾ കല്ലുകള്. എനിക്ക് കല്ലുകളും ഷെൽസും എന്നും ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ കുറെ പല ഷേപ്പിലും കളേഴ്സിലും ഉള്ള കല്ലുകളെല്ലാം പറക്കിയെടുത്ത് എന്റെ ജാക്കറ്റ് നിർത്തി. എന്തെന്ന് പറഞ്ഞാലും ശരി, എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള കല്ലുകൾ കണ്ടിട്ടില്ല. അങ്ങനെ കല്ലുകൾ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ജീപ്പിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. ജീപ്പ് അടുത്ത സ്പോട്ടായ അരു വാലിയിൽ നിർത്തി. ഇവിടെ മഴയൊക്കെ കഴിഞ്ഞ് എല്ലാം ഒരു പച്ച കളറിൽ നിൽക്കുകയാണ്. ദൂരെ സ്നോ മൗണ്ടെയിൻ കാണാം. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാൽ അതിന്റെ പല വ്യൂസ് കാണാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് എയർപോർട്ടിലേക്ക് തിരിച്ചു. ഈ ഒരു ട്രിപ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. വന്ന സെക്കൻഡ് ഡേ തന്നെ ഒരു മിനി എർത്ത് കിട്ടിയായിരുന്നു. ഇന്നലെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു. അത് കാരണം ട്രെയിനും ബാക്കി സർവീസും എല്ലാം സ്റ്റോപ്പ് ചെയ്തേക്കായിരുന്നു. അങ്ങനെ നമ്മുടെ കാശ്മീർ സീരീസ് ഇവിടെ കഴിയാണ്. അപ്പോൾ see you in the next video. Bye bye.